നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. കൊച്ചി മെട്രോ ആലുവായിൽ നിന്ന് ഇത് അങ്കമാലിയിലേക്ക് വരുന്നു. വളരെ സന്തോഷകരമായ വാർത്ത അങ്കമാലിയിലും പരിസരത്തിലുമുള്ള ആളുകൾ. കൊച്ചി മെട്രോയുടെ 3ാം ഘട്ട വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ആലുവായിൽ നിന്ന് കൊച്ചിൻ എയർപോർട്ട് കൂടി അങ്ങ് അങ്കമാലി കോതകുളങ്ങര വരെ വരുന്നത്. 15 സ്റ്റേഷനുകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ചൊരു യോഗം കഴിഞ്ഞ ദിവസം അങ്കമാലിയുടെ പ്രിയപ്പെട്ട MLA ശ്രീ റോജി എം ജോൺ അങ്കമാലി മുനിസിപ്പാലിറ്റിയും കൂടി ചേർന്ന് വിളിച്ചുകൂട്ടി. അവിടെ കൊച്ചിൻ മെട്രോയുടെ പ്രമുഖ ഉദ്യോഗസ്ഥന്മാർ അവിടെ പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. ആ ചർച്ചകളുടെയും അവിടെ കിട്ടിയ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവിടെ അനവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു. ഇപ്പോഴതിന്റെ DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2026 ഈ വർഷം മധ്യത്തോടെ അതിന് DPR ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ആകും. ഇപ്പോൾ അതിന്റെ സോയിൽ ടെസ്റ്റിംഗ് തുടങ്ങിയ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പല ഭാഗത്തും മെട്രോ വരുന്ന റൂട്ട് മാർക്ക് ചെയ്തു. അപ്പോഴാളുകളുടെ ഇടയിൽ ഉത്കണ്ഠയായി. അങ്ങനെയാണ് റോജി എം ജോൺ മുൻകൈയെടുത്ത് അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ ഈ സമ്മേളനം വിളിച്ചുകൂട്ടി മെട്രോയുടെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പ്ലാനുകളെ പറ്റി വിശദീകരിച്ചത്. ഇവിടെ നേരത്തെയൊക്കെ അങ്കമാലിയിൽ നിന്നും ആലുവായിലേക്കുള്ള കൊച്ചിൻ മെട്രോയുടെ പ്ലാൻ നേരെ ദേശീയപാതയിലൂടെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു. ഈ രാജ്യത്തെ മെട്രോ റെയിലുകളൊക്കെ എയർപോർട്ടുകൾ ഉണ്ടെങ്കിൽ എയർപോർട്ടുകളുമായി ബന്ധിച്ചിരിക്കണമെന്നാണ് പാർലമെന്ററി കമ്മിറ്റിയുടെ നിലപാട്. ആയതുകൊണ്ട് അങ്കമാലിയിലേക്ക് വരുന്ന കൊച്ചിൻ മെട്രോ അങ്ങ് എയർപോർട്ടിലേക്ക് പോകണം. പക്ഷെ പറയുന്നത് എയർപോർട്ടിന്റെ പ്രൗഢി മെട്രോ വന്ന് പോകാതിരിക്കാൻ എയർപോർട്ട് നിർബന്ധം പിടിക്കുന്നത് ഈ മെട്രോ എയർപോർട്ടിന്റെ മുമ്പിലൂടെ പോകുന്നത് അണ്ടർഗ്രൗണ്ട് ആയിട്ട് ടണലിലൂടെ പോകണം അത്ര. ആലുവായിൽ നിന്ന് വരുമ്പോൾ അത്താണി കഴിഞ്ഞ് മേയ്ക്കാട് എന്ന് പറയുന്ന സിഗ്നൽ അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോകും. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് അത് അണ്ടർഗ്രൗണ്ട് വഴിക്ക് നായത്തോടു കൂടി MC റോഡിൽ പ്രവേശിച്ച് LFന്റെയൊക്കെ മുൻപിലൂടെ പോയി കോതകുളങ്ങര എത്തുന്ന ഏതാണ്ട് 15 കിലോമീറ്റർ വരുന്ന 15 സ്റ്റേഷനുകളുള്ള ഒരു പ്ലാനാണ്. ഈ പ്ലാൻ പറഞ്ഞപ്പോൾ ശക്തമായ എതിർപ്പ് ഉണ്ടായി. കാരണം എയർപോർട്ടിലേക്ക് കൊച്ചിൻ മെട്രോ പോകുന്നത് കൊണ്ട് അങ്കമാലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്കമാലി റെയിൽവേ സ്റ്റേഷനും അവിടെയൊന്നും സ്റ്റോപ്പ് ഉണ്ടാകില്ല. ടെൽക്ക് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു കൂടെ മെട്രോ കടന്നു വരില്ല. മേക്കാട് വെച്ച് എയർപോർട്ടിലേക്ക് തിരിഞ്ഞു പോകും. അത് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. ഇനി MLA റോജി എം ജോണും ഉദ്യോഗസ്ഥരും ഒക്കെ പറഞ്ഞത് ഈ പ്ലാൻ ഇത് ഫൈനലായ പ്ലാൻ അല്ല. ഇപ്പോ അങ്കമാലി LF ആശുപത്രിയുടെ മുൻപിലൂടെ കടന്ന് കോതകുളങ്ങരയ്ക്ക് പോകുമ്പോൾ അതും അണ്ടർഗ്രൗണ്ടിലൂടെ കടന്നു പോകുന്ന രീതി ആലോചിക്കുന്നു. പക്ഷേ അണ്ടർഗ്രൗണ്ട് ടണലിലൂടെ മെട്രോ കടന്നു പോകുമ്പോൾ അതിന്റെ കോസ്റ്റ് ഇരട്ടിയായിരിക്കും അത്രേ. മെട്രോ ഇന്നത്തെ സ്ഥിതിയിൽ 1 കിലോമീറ്റർ മെട്രോ റെയിൽ പണിയാൻ 250 കോടി രൂപ വേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. അതിന്റെ ഇരട്ടി വരുമത്രേ. ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിൽ പണച്ചെലവ് കുറഞ്ഞ രീതിയിൽ മെട്രോയുടെ പ്ലാൻ ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ മെട്രോ അങ്കമാലി LFന്റെയൊക്കെ പുറകിലൂടെ വന്ന് KSRT സ്റ്റാൻഡിന് അടുത്തുകൂടെ കടന്ന് കോതകുളങ്ങരയിലേക്ക് പോകുന്ന ഒരു പ്ലാനും ഉണ്ടാകാം. പക്ഷേ യോഗത്തിൽ പങ്കെടുത്ത മിക്കവാറും എല്ലാവരും തന്നെ ഞാൻ ഉൾപ്പെടെ ഈ റെയിൽവേ സ്റ്റേഷനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു മെട്രോ പദ്ധതി ഉണ്ടാകരുത്. നായത്തോടു കൂടി മെട്രോ വരേണ്ട ആവശ്യമില്ല. മേയ്ക്കാട് നിന്ന് സിയാലിൽ എത്തിയാൽ കൊച്ചിൻ എയർപോർട്ടിൽ എത്തിയാൽ അത് തിരിച്ച് അങ്കമാലി റെയിൽവേ സ്റ്റേഷന് ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ള വഴിയിലൂടെ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിന് അരികിലൂടെ വരികയാണെങ്കിൽ അങ്കമാലി റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ വന്ന് കയറാം. പിന്നെ ദേശീയപാതയിലൂടെ കോതകുളങ്ങര എത്തിയാൽ മതിയാവുമല്ലോ. അപ്പൊ MC റോഡ് LF ആ ഭാഗത്തൊക്കെ ഈ മെട്രോയുടെ ഒഴിവാകുന്നത് കൊണ്ട് പക്ഷേ ടൗണിൽ സ്റ്റോപ്പ് ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരു പദ്ധതിയാണ് ഏറ്റവും നന്നായിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അത്താണി കഴിഞ്ഞാൽ നേരെ മേയ്ക്കാട് വഴിക്ക് സിയാലിന്റെ മുൻപിലൂടെ അണ്ടർഗ്രൗണ്ട് ടണൽ വഴിയോ മറ്റോ പോയിട്ട് തിരിച്ച് അങ്കമാലി റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ നേരെ വരികയാണെങ്കിൽ അവിടെ വഴിയുണ്ട്. വഴി വികസിപ്പിക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ റെയിൽവേയുടെ സൈഡിലൂടെ വലിയ പണച്ചെലവില്ലാതെ മെട്രോ പാത നിർമ്മിക്കാം. അങ്ങനെ വരുന്ന അതിന്റെ ദൈർഘ്യം വളരെ കുറവാണ്. ഏറ്റവും ഷോർട്ടായിട്ട് എയർപോർട്ടിലേക്ക് പോകാനുള്ള വഴിയാണ്. ഇപ്പോ വലിയ വഴിയൊന്നും അല്ലെങ്കിൽ പോലും ആ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്ന് മുൻപോട്ട് പോകുന്ന വഴി. എന്തായാലും മെട്രോ ഒരു യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കൊച്ചിൻ മെട്രോയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ പുണ്യചരിതനായ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ, അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടേ കൊച്ചിൻ മെട്രോയെ പറ്റി സംസാരിക്കാൻ പറ്റൂ. അദ്ദേഹമാണ് കൊച്ചിൻ മെട്രോയുടെ പിതാവ്. കഴിഞ്ഞ 10 കൊല്ലം മുൻപ്
മുന്നേ കൊച്ചിൻ മെട്രോ നിലവിൽ വന്ന് യാത്ര തുടങ്ങി. ഇപ്പൊ അതിന്റെ രണ്ടാം ഘട്ടവും കഴിയാൻ പോകുന്നു. അങ്ങ് കാക്കനാടിലേക്ക്, തൃപ്പൂണിത്തുറയിലും അത് എത്തി. ഇനി അങ്കമാലിയിലേക്ക് വരും. അങ്കമാലിയിൽ നിന്നും ഇതിന്റെ കൂടെ അങ്ങ് അയ്യമ്പുഴ വരെയും നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഗിഫ്റ്റ് സിറ്റി ഉണ്ടല്ലോ, ഇതുവരെ സ്ഥലമെടുപ്പ് ഒന്നും നടക്കാത്ത ആ ഗിഫ്റ്റ് സിറ്റി, അവിടം വരെ എത്താനുള്ള ഒരു പദ്ധതിയാണ് ഈ കൊച്ചി മെട്രോയുടെ മുൻപിലുള്ളത്. എന്തായാലും ഒരു 5-6 വർഷത്തിനുള്ളിൽ അങ്കമാലി കോതകുളങ്ങര വരെയുള്ള കൊച്ചിൻ മെട്രോ ഒരു യാഥാർത്ഥ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരാൾക്കും ഏതായാലും ഈ കൊച്ചി മെട്രോ അങ്കമാലിയിലേക്ക് വരണം എന്ന കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവർക്കും കൊച്ചിൻ മെട്രോ അങ്കമാലിയിലേക്ക് വരണം എന്ന് തന്നെയാണ്. അത് അങ്കമാലി റെയിൽവേ സ്റ്റേഷനെ ഒഴിവാക്കിയാൽ പിന്നീട് ഇപ്പോ സിയാലിന്റെ കൊച്ചിൻ വിമാനത്താവളത്തിന്റെ മുൻപിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വരാൻ പോകുന്നുണ്ട്. അത് വന്നാൽ ഈ മെട്രോ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ തളരും, സിയാൽ റെയിൽവേ സ്റ്റേഷൻ വളരും. ഇത് ഗുഡ്സ് ട്രെയിനുള്ള ഒരു റെയിൽവേ സ്റ്റേഷനായിട്ട് അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ മാറും. അപ്പൊ അങ്കമാലിക്കാരുടെ സ്വപ്നം എത്രയും വേഗം പൂവണിയട്ടെ. കൊച്ചി മെട്രോയിലൂടെ സഞ്ചരിച്ച് എറണാകുളത്ത് എത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഈ പ്ലാനുകളും പദ്ധതികളും ഒക്കെ അട്ടിമറിക്കപ്പെടാം. നിങ്ങൾ ഓർക്കുന്നു, ഈ കൊച്ചി മെട്രോ ഇപ്പോ ആലുവായിൽ നിന്നും എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലേക്ക് പോകുന്നത് MG റോഡിലൂടെയാണ്. ഏറ്റവും ജനങ്ങൾ യാത്ര ചെയ്യുന്ന വഴി അതാണോ? അങ്ങ് ഹൈക്കോടതി വഴി, ജെട്ടി വഴി, മേനക വഴി ഉള്ള റൂട്ടിലൂടെയായിരുന്നു കൊച്ചി മെട്രോ പോയിരുന്നതെങ്കിൽ ജനങ്ങൾക്ക് എത്രയോ ഉപകാരപ്രദമായിരുന്നു. എത്രയോ ആൾത്തിരക്കുള്ള റൂട്ടാണത്. അതിന്റെ കിലോമീറ്റർ കണക്കാക്കുമ്പോൾ ദൈർഘ്യത്തിൽ 2 തുല്യമാണ്. അപ്പോ പദ്ധതികൾ എല്ലാം തയ്യാറായി കഴിഞ്ഞാലും അന്ത്യനിമിഷം ഇതൊക്കെ അട്ടിമറിക്കപ്പെടാം. ജനപ്രതിനിധികൾ ജാഗ്രത പാലിക്കുക. ഏതായാലും റോജി M. ജോൺ ഇങ്ങനെ ഒരു യോഗം വിളിച്ചുകൂട്ടി ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ അവസരമുണ്ടാക്കിയതിന് അദ്ദേഹത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു.